തിരുവനന്തപുരം പാറശാലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ചിത്രം മാറ്റിയതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. ഓഫീസിനുള്ളിൽ കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ കണ്ണാടി ചില്ലുകൾ തകർത്തു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഇന്നലെ ഒക്കെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദവും ചർച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരും ഒക്കെയായിരുന്നു ഈ ചിത്രം മാറ്റിയതുമായി ബന്ധപ്പെട്ട്. ഇന്ന് പ്രതിഷേധം എങ്ങനെയായിരുന്നു? ഗോകുല, പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ്. ആ ചടങ്ങിനു ശേഷം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ചിത്രവും ഒപ്പം ആ കോൺഫറൻസ് ഹാൾ, വി.എസ്. അച്യുതാനന്ദന്റെ പേരിലാണ് കോൺഫറൻസ് ഹാൾ ഉള്ളത്, ആ കോൺഫറൻസ് ഹാളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പേരും കളയുന്ന ദൃശ്യങ്ങളും ഫോട്ടോസും ഒക്കെ പുറത്തു വന്നത് ഇന്നലെയാണ്. അത് വാർത്തയായതിനു പിന്നാലെ വലിയ പ്രതിഷേധവുമായി CPIM രംഗത്തെത്തി. ഇത് അനുവദിക്കാനാകില്ല എന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ സുഷാകുമാരി രാജിവെക്കണമെന്നുമാണ് CPM ആവശ്യപ്പെട്ടത്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സംഘർഷാന്തരീക്ഷം മാർച്ചിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് അവരെ പുറത്തേക്ക് മാറ്റിയത്. അതിനുശേഷം കുത്തിയിരുന്ന മുദ്രാവാക്യം വിളികളുമായി അവർ അവിടെ നിലകൊണ്ടു. ഏറെ നേരത്തിന് ശേഷമാണ് ഈ സമരം പിരിഞ്ഞുപോയത്. ഈ ചിത്രം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്. CPIM സമാനമായി തന്നെ പ്രതിഷേധത്തിലാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പേരിലെ കോൺഫറൻസ് ഹാള് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സ്പീക്കർ A.N. ഷംസീർ ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഭരണം നഷ്ടപ്പെടുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലെത്തുന്നു. അതിനു പിന്നാലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമാണ് വി.എസ്. അച്യുതാനന്ദന്റെ ചിത്രവും ഈ പേരുമൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നീക്കം ചെയ്തത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.